ഹലോ, ഗുഡ് ഈവനിങ്. നിങ്ങളെല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കുന്നത് എനിക്കറിയാം. നല്ല രീതിയിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്രാവശ്യത്തെ ടാർഗറ്റ് എത്രയാണ്? 25 ഔട്ട് ഓഫ് 25. 25-ൽ 25 ഇപ്രാവശ്യം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റ്. ഓക്കെ, ക്ലാസ് 5 ആണ്, നിങ്ങൾക്കറിയാം. ടൈം 2 hours ആണെന്നറിയാം. ടോട്ടൽ സ്കോർ 25 നിങ്ങൾക്കറിയാം. ഇതൊക്കെ അറിയാം. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പെട്ടെന്ന് പോവാം. നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം. നല്ല മക്കളായിട്ട് നല്ല രീതിക്ക് പഠിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. ഓക്കെ, അതിശക്തമായിട്ട് നമ്മൾ മുന്നേറണം. റൈറ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ മെഷർമെന്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ മെഷർമെന്റുകൾ വായിച്ചിട്ട് നമ്മൾ ആൻസർ എഴുതണം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. If 1 centimeter is divided into 10 equal parts, divided ചോദ്യത്തിൽ തന്നെ ഉത്തരം വരുന്ന വേണ്ട മക്കളെ. ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡിവൈഡഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ഇൻടു 10 ഈക്വൽ പാർട്ട്. അപ്പൊ തന്നെ എഴുതിക്കോളൂ. 1 സെന്റിമീറ്ററിനെ 10 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. 1നെ 10 കൊണ്ട് ഹരിക്കണം. അതായത് 1/10. ഇപ്പൊ എത്ര പാർട്ട് കിട്ടും? 1/10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 പാർട്ട്? എത്രയാ? 1/10 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ചോദ്യം തന്നെ നോക്കിയാൽ മതി. ഇവിടെ കൃത്യമായിട്ട് ചോദ്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് സംശയത്തിന്റെ കാര്യമൊന്നുമില്ല. 1 സെന്റിമീറ്റർ ഡിവൈഡഡ് ഇൻടു 10 ഈക്വൽ പാർട്ട്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 10, അതായത് 1/10 സെന്റിമീറ്റർ എന്ന് എഴുതാൻ മറന്നു പോകരുത്. ബി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹൗ മെനി millimeter are there in 8 centimeter 7 millimeter? 8 സെന്റിമീറ്ററിലും 7 മില്ലിമീറ്ററിലും എത്ര മില്ലിമീറ്റർ ഉണ്ട്? അതായത് 8 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. ഇതിനെ എങ്ങോട്ടേക്ക് മാറ്റണം? മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റാനാണ് പറയുന്നത്. ഹൗ മെനി മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോ ഈ 7 മില്ലിമീറ്ററിന് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഓൾറെഡി മില്ലിമീറ്ററിലുള്ള ഈ 8 സെന്റിമീറ്ററിനെ എങ്ങോട്ടേക്ക് മാറ്റണം? മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റണം. സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 10 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പൊ 8നെ 10 കൊണ്ട് ഗുണിച്ചാൽ 8 ഗുണിക്കണം 10, ഇതാ വന്നിരിക്കുന്നു 80. കഴിഞ്ഞിട്ടില്ല, ഇവന് 7 കൂടി ഇല്ലേ? 80 + 7 87 മില്ലിമീറ്റർ. മാർക്ക് പോകുന്നില്ലേ? മാർക്ക് വന്നില്ലേ? എങ്ങനെയാണ് മാർക്കിംഗ് പോരുക? സി ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് 4 millimeter in centimeter. അയ്യോ, എന്തൊരു എളുപ്പമാണ്. 4 millimeterനെ സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റാനാണ് പറയുന്നത്. റൈറ്റ് 4 millimeter in centimeter. മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 10 കൊണ്ട് ഹരിക്കണം. അപ്പൊ 4നെ 10 കൊണ്ട് ഹരിച്ചാൽ 4/10 മില്ലിമീറ്റർ. സോറി, മില്ലിമീറ്റർ അല്ല, മാഷ് തെറ്റിച്ച്. എന്താണ്? സെന്റിമീറ്റർ എന്നുള്ള ആൻസർ, സോറി, എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും 4/10 സെന്റിമീറ്റർ. ഡി ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് 1/100 പാർട്ട് ഓഫ് 1 മീറ്റർ? സോറി, എ മീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ. 1 മീറ്ററിന്റെ 1/100 പാർട്ട് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 1 മീറ്റർ ഇൻറ്റു 1/100, അതായത് 1 ഇൻറ്റു 1/100. ഇവിടെയുള്ള മയക്കട്ടെ, എന്നാൽ പിന്നെ ക്ലിയർ ആയിട്ട് എഴുതാലോ. നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്താൽ മതി. ഞാനത് മയക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുത്താൽ മതി. 1 ഇൻറ്റു 1/100 എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? 1/100. ഇനി ഇതിനെ ഇവിടെയുള്ളത് മീറ്ററിലെ തന്നിരിക്കണത് അല്ലേ? മീറ്ററിലല്ലേ തന്നിരിക്കണത്? അതിന് നമുക്ക് സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റണം. മീറ്ററിനെ എങ്ങനെയാണ് സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റുക? 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1/100 ഇൻറ്റു 100. വേണമെങ്കിൽ 100/1 എന്ന് എഴുതാം. ആൻസർ എത്ര വരിക? നിങ്ങൾ നോക്കിയേ, ആൻസർ എത്ര വരിക നോക്കിയേ. ഈക്വൽ ടു 100/100. 100/100 എന്ന് വെച്ചാൽ 1. അപ്പോൾ 1 സെന്റിമീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. പിന്നെ ആൻസർ എത്ര കിട്ടുക? 1 സെന്റിമീറ്റർ. ഇപ്പൊ ചിലപ്പം പറയും മനസ്സിലായിട്ടില്ല എന്ന്. മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല. 1നെ 1/100 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ 1/100 തന്നെയായിരിക്കും. ആ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റിയിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1/100നെ വീണ്ടും 100 കൊണ്ട് ഗുണിച്ചാൽ 100/100.
100/100, ചക്ക ബൈ ചക്ക, മാങ്ങ ബൈ മാങ്ങ. ആൻസർ എത്രയാ? 1. ആൻസർ 1 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 213/100 മീറ്റർ, അതിനെ സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. 213/100 മാറ്റിയതെന്ന് അറിയാലോ. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. എം എഫ് എന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷൻ. അതിനെ നോർമൽ ഫ്രാക്ഷനിലോട്ടേക്ക് മാറ്റണം. NF മാറ്റണം. എങ്ങനെ മാറ്റും? 2 × 100, 200 + 13, അപ്പൊ 213/100. ഇനിയോ അതിനെ സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റണം. സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കണം. × 100 /1. 100ഉം 100ഉം ക്യാൻസൽ ആയി. ബാക്കി ആരാണുള്ളത്? 213 സെന്റിമീറ്റർ ആണ് ആൻസർ വരും. 213 സെന്റിമീറ്റർ. ഈ ഭാഗത്ത് എന്ത് മനസ്സിലാക്കാം? കൺവേർഷൻസ് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ പരിപാടി പാളും. ഏതൊക്കെ കൺവേർഷൻസ്? ഞാനിപ്പോൾ എവിടെ എഴുതാം? ഇവിടെ എഴുതാം. സെന്റിമീറ്റർ ടു മീറ്റർ, മീറ്റർ ടു സെന്റിമീറ്റർ, മില്ലിമീറ്റർ ടു സെന്റിമീറ്റർ, സെന്റിമീറ്റർ ടു മില്ലിമീറ്റർ, ലിറ്റർ ടു മില്ലി ലിറ്റർ, മില്ലി ലിറ്റർ ടു ലിറ്റർ, ഗ്രാം ടു കിലോഗ്രാം, കിലോഗ്രാം ടു ഗ്രാം. ഇതെല്ലാം പഠിക്കണം. എഴുതി തന്നെയാണ്. കൺവേർഷൻസ് പഠിച്ചില്ലെങ്കിൽ നാളെ വരണ്ട കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ. ഓക്കെ, ആക്ടിവിറ്റി 2ലേക്ക് കിടക്കാം. കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദ പിക്ചർ ദാറ്റ് റെപ്രസെന്റ് ദ ഡിഫറെന്റ് ഷേപ്പ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രാക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ ഫ്രാക്ഷന് കണക്കായിട്ടുള്ള നെയിം ഓഫ് പിക്ചർ കണ്ടുപിടിക്കണം. 5/8. 5/8 ആദ്യ ഡിനോമിനേറ്റർ നോക്കൂ. 8 ആണ്. 8 ഭാഗമാക്കിയിട്ടുള്ളത് ഏതാണുള്ളത് നോക്കിയാൽ മതി. ഇതെത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അതിൽ എത്ര ഭാഗം കളർ കൊടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ? ബി ആണ്. ബി മാർക്ക് വരുന്ന വഴി കണ്ട നിങ്ങൾ. 1/2. 1/2 വെച്ചാൽ പകുതിയാ. പകുതി കാണുമെന്നുള്ള ഇതിൽ ഇതാ നേരെ പകുതിയല്ലേ. 1/2. സി. 1/3. 1/3 വെച്ചാൽ ആകെ 3 ഭാഗം. ആകെ 3 ഭാഗം ഏതാ? ഇതാ 1, 2, 3. എ. എത്ര പെട്ടെന്നാ മാർക്ക് വരുന്നത് നിങ്ങൾ നോക്കിയേ. 3/4 ആകെ 4 ഭാഗം. ഇതാ 1, 2, 3, 4. അതിൽ 3 ഭാഗം ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3/4 ആൻസർ ഡി. ക്ലിയർ ആണല്ലോ മക്കളെ. ഡ്രോ എ സ്ക്വയർ. ഒരു സ്ക്വയർ വരക്കണം. ആൻഡ് ഷെയ്ഡ് 1/8 പാർട്ട്. 1/8 പാർട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു സ്ക്വയർ വരക്കുമ്പോൾ കൃത്യമായിട്ട് സെറ്റ് സ്ക്വയർ എടുത്ത് വരക്കണം. 1/8 ഭാഗം. അപ്പൊ ആകെ 8 ഭാഗം ആക്കണ്ടേ? അതിലൊരു കാര്യം ചെയ്താൽ മതി. 8 സെന്റിമീറ്റർ തന്നെ എല്ലാ സ്ഥലത്തും എടുത്ത് വരച്ചാൽ മതി. എല്ലാ സ്ഥലവും 8 സെന്റിമീറ്റർ. എന്നിട്ട് ഓരോ സെന്റിമീറ്റർ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്താൽ മതി. നല്ല ഭംഗി കിട്ടും. നല്ല വൃത്തി ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 1/8 ഭാഗമാക്കാൻ പറഞ്ഞാൽ 8 ഭാഗവും തുല്യ ലെങ്ത് ആയിരിക്കണം. എല്ലാം ഒരേ വലുപ്പമായിരിക്കണം. അല്ലാണ്ട് ഒന്ന് ചെറുത് ഒന്ന് വലുത് എന്നുള്ള പരിപാടിയില്ല. ഇത് ഞാൻ മോഡൽ വരക്കുന്നതാണ്. ചിലപ്പോൾ 8 ഭാഗമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ 8 സെന്റിമീറ്റർ എടുത്തിട്ട് എല്ലാ വശവും 8 സെന്റിമീറ്റർ എടുത്തിട്ട് വൃത്തിയിൽ ചെയ്യാം. അതിലെന്താ പറയുന്നത്? ഷെയ്ഡ് 1/8. ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഒരു ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അത് കൃത്യമായിട്ട് ചെയ്തോളൂ. ആക്ടിവിറ്റി 3 എന്താണ് പറയുന്നത് നോക്കാം. ആക്ടിവിറ്റി 3 എന്താണ് പറയുന്നത് നോക്കാം. റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം. ഫ്രാക്ഷണൽ ഫോം എഴുതാനാണ് ചോദ്യം തരും. ഫ്രാക്ഷണൽ ഫോം എഴുതുക. 1 and a half liter. അപ്പൊ തന്നെ കിട്ടും. 1ഉം ഒരു ഹാഫ് ലിറ്ററും. ഒന്നും ചെയ്യാനില്ല. ക്ലിയർ ആണല്ലോ. ബി. 2 and a quarter meter. 2ഉം ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? 1/4 ആണ് മീറ്റർ. ഇനി ഇതിനൊക്കെ വേണമെങ്കിൽ മിക്സർ ഫ്രാക്ഷനിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ പറയുന്നില്ല. സി. 1 circle and 2 parts of another circle divided into 3 ആണ് പറയുന്നത്. 1 സർക്കിൾ ഉണ്ട്, 2 പാർട്ട് ഓഫ് another circle divided into 3 എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 1 സർക്കിൾ എന്തായാലും വേണം. ഒരു കംപ്ലീറ്റ് സർക്കിൾ എന്തായാലും ഓൾറെഡി വേണം. പിന്നെയോ 2 പാർട്ട് ഓഫ് another circle divided into 3. ആകെ 3 ഭാഗം ആക്കിയ ഒരു സർക്കിളിന്റെ 2 ഭാഗം അല്ലേ പറയുന്നത്? 2 പാർട്ട് അല്ലേ പറയുന്നത്? അപ്പൊ 2/3. അപ്പൊ 1ഉം ഉണ്ടാവും, ഒരു 2/3 ഉണ്ടാവും. 1 2/3. അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗത്ത് അതുണ്ട്. എ ഫ്രാക്ഷൻ ഈക്വൽ ടു ഹാഫ് വെൻ എ സർക്കിൾ ഡിവൈഡഡ് ഇൻ ടു 8. എ ഫ്രാക്ഷൻ
ഈക്വൽ ടു ഹാഫ്. ഹാഫ് എന്ന് വെച്ചാൽ പകുതിയാണ്, നേരെ പകുതി. വെൻ എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 8, അപ്പൊ ആകെ 8 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിന്റെ പകുതി പറഞ്ഞാൽ 4 അല്ലേ? അപ്പൊ ആൻസർ എത്ര വരിക? 4/8. 4/8 വെച്ചാൽ എന്ത് തന്നെയാണ്? 1/2 തന്നെയാണ്. മുകളിലും താഴെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 4 4 കൊണ്ട് ഹരിച്ചാൽ 1, 8 4 കൊണ്ട് ഹരിച്ചാൽ 2. ഇതെന്താ സംഭവം? ലീസ്റ്റ് ഫോം ആണ് പഠിപ്പിച്ചതാ. ലീസ്റ്റ് ഫോം അതൊക്കെ ഇനി പഠിച്ചോണേ. ലീസ്റ്റ് ഫോം, ഈക്വൽ ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി 1/3 മീറ്റർ ലോങ് റോഡ് പുട്ട് ടുഗദർ, ഒരുമിച്ച്, വിൽ മേക്ക് 1 മീറ്റർ. 1 മീറ്റർ ഉണ്ടാക്കാൻ എത്ര 1/3 മീറ്റർ ലോങ് റോഡ് വേണ്ടി? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 1/3 പകരം മറ്റു നമ്പർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഉത്തരം അതിൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കും. അത്ര മാത്രമേ ആലോചിക്കേണ്ടുള്ളൂ. 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 ആണ് 3/3, അതായത് 1. ഇത്രയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ 1/8 മീറ്റർ നീളമുള്ള എത്ര കഷ്ണം കിട്ടിയാലാണ് 1 മീറ്റർ ആവുക? 8 കഷ്ണം കിട്ടിയാൽ. കാരണം 1/8 ഇൻറ്റു 8 ആണ് 8/8, അതായത് 1 മീറ്റർ. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അതിൻ്റെ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും. ആൻസർ 3 ആണ്. ഇവിടെ ആൻസർ 8 ആണ്. അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഞാനത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങളത് കൃത്യമായിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കഷ്ണം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ഡിനോമിനേറ്റർ എടുത്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പം ഇങ്ങനൊരു ഫ്രാക്ഷൻ 2/3. 2/3ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ആ 1 കിട്ടുക എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 2/3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? അത് വളരെ എളുപ്പമാണ്. ഡിനോമിനേറ്ററിന് കുറച്ചാൽ മതി. 3 2 കുറച്ചാൽ എത്രയാണ്? 1. അപ്പോൾ 1/3 കൂടി കൂട്ടണം. അപ്പോൾ 1/3 പ്ലസ് 2/3 ആയിരിക്കും 3/3, അതായത് 1. അത്ര ഡീറ്റെയിൽ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 1/3 പോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് ക്ലോക്കിൻ്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാട്ട് ആർ ദ ഹാൻഡ്സ് ഓൺ ദിസ് ക്ലോക്ക്? ഏതൊക്കെ ഹാൻഡ് ഉണ്ടെന്ന് അറിയാലോ? മിനിറ്റ് ഹാൻഡ് അറിയാം, പിന്നെ സെക്കൻഡ് ഹാൻഡ് അറിയാം, അവർ ഹാൻഡ് അറിയാം. അത് കൃത്യമായിട്ട് എഴുതിക്കൂടാം. വിച്ച് ഹാൻഡ് ടേൺസ് ഫാസ്റ്റസ്റ്റ്? സെക്കൻഡ് ഹാൻഡ്. ഏറ്റവും സ്പീഡ് പോകുന്ന സെക്കൻഡ് ഹാൻഡ് അല്ലേ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? എത്ര സമയം? ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ മിനിറ്റ് ഹാൻഡ് ടു 1 റൊട്ടേഷൻ? ടു റൊട്ടേറ്റ് വൺസ് അല്ലെങ്കിൽ 1 റൊട്ടേഷൻ. മിനിറ്റ് ഹാൻഡിന് ഒരു സ്ഥലത്ത് തുടങ്ങി അടുത്ത സ്ഥലത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കും? 1 റൊട്ടേഷൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. മിനിറ്റ് ഹാൻഡിലെ അപ്പോൾ 60 മിനിറ്റ് എടുക്കും. 60 മിനിറ്റ് പറഞ്ഞാൽ എന്താണ്? 1 അവർ ആണ്. ഓക്കെ, ഒരു റൊട്ടേഷന് 1 അവർ ടൈം എടുക്കും. ഡി ക്വസ്റ്റ്യൻ. വാട്ട് ടൈം ഈസ് ഇറ്റ് ഓൺ ദ ക്ലോക്ക് ഇൻ ദ പിക്ചർ? പിക്ചറിൽ എത്ര ടൈമായി? ഇവിടെ 7 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7:15 അല്ലേ? 7:15, 7:15. ഈ ക്വസ്റ്റ്യൻ. ഡ്രോ എ പിക്ചർ ഓഫ് എ ക്ലോക്ക് ആൻഡ് മാർക്ക് ദ ടൈം ആസ് 8:30. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഇത് മുഴുവൻ പഠിച്ചോണേ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 8:30. 8 എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. പാസ്റ്റ് ശേഷം, 8ന് ശേഷം ഹാഫ് എന്ന് വെച്ചാൽ പകുതി. 30, 8:30. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഇതുപോലത്തെ കുറേ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് പഠിച്ചോണം. 8:30, അതായത് 8ന് ശേഷം, 8ന് ശേഷം ഹാഫ്. 8 അതിന് ശേഷമാണ് ഹാഫ്. 30 കൂടി വരുന്നത്. അപ്പോൾ 8:30. അപ്പോൾ ക്ലോക്ക് വരക്കണം. ക്ലോക്ക് വരക്കുക. എന്നിട്ട് അതിൽ എത്ര മാർക്ക് ചെയ്യണം? 8:30 മാർക്ക് ചെയ്തുള്ളൂ. ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല. അത് വരച്ചോളാം. ആക്ടിവിറ്റി 5 നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. Pictures above shows a circle divided into 8 equal parts, some of which have been colored. Color കൊടുത്തിട്ടുണ്ട്. A question. Write 2 appropriate fractions form of each picture. Appropriate fractions എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കിക്കോളൂ, ഇവിടെ എത്ര ഭാഗങ്ങളാണ്? ആകെ 8 ഭാഗങ്ങളാണ്. 1 2 3 4 5 6 7 8. 8ൽ എത്ര ഭാഗം കളർ കൊടുത്തു? 2 ഭാഗം. അപ്പോൾ 2/8 പോരാ, എഴുതിയാൽ പോരാ. 2/8 ലീസ്റ്റ് ഫോം കൂടി എഴുതണം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.
8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അപ്പോൾ ആൻസർ 1/4. അതാണ് ലീസ്റ്റ് ഫോം. അടുത്ത് നോക്ക് 1 2 3 4 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4/8 അതിൻ്റെ ലീസ്റ്റ് ഫോം എഴുതണം. 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 8 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 1/2 പകുതി. കണ്ട പകുതിയല്ലേ ഇത് പകുതി ഭാഗമല്ലേ ഷെയ്ഡ് ചെയ്തേ. അടുത്ത് നോക്ക് 1 2 3 4 5 6. അപ്പോൾ 6/8. 6/8 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4, 3/4 അതായത് 3/4 അല്ലെങ്കിൽ 3/4. നോക്കിയേ 3/4 അല്ലേ, ഒരു കേക്കിന്റെ 3/4 ഭാഗമല്ലേ ഇവിടെ ഇരിക്കുന്നേ. ഓക്കെ, 1/4 ഭാഗം ആദ്യം തിന്നാണ്ട് ഇവിടെ ബാക്കിയുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ഫ്രാക്ഷണൽ ഫോംസ്? ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. 2/8 is equal to 1/4 എഴുതാം. അത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, സോറി ലീസ്റ്റ് ഫോം ആണ്. 4/8 is equal to 1/2 എഴുതാം, കാരണം 4/8ന്റെ ലീസ്റ്റ് ഫോം ആണ് 1/2. 6/8 equal to 3/4 എഴുതാം, കാരണം 6/8ന്റെ ലീസ്റ്റ് ഫോം ആണ് 3/4. ലീസ്റ്റ് ഫോമും അതേപോലെ തന്നെ ഈക്വൽ ഫ്രാക്ഷനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, സൗണ്ട് എല്ലാം പോയി. ആക്ടിവിറ്റി 6 നോക്കിക്കോളാം. ആക്ടിവിറ്റി 6 ഇത് പറയേണ്ട കാര്യമില്ല, ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഷർമെന്റ് തന്നിട്ടുണ്ടാവും, ഫ്രാക്ഷണൽ ഫോം അറിയണം, ഡെസിമൽ ഫോം അറിയണം. 7 3/10 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഡെസിമൽ ഫോം എന്താ വരിക? 10 കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെസിമൽ വരും, ഇവിടെ ഒരു ഡെസിമൽ വരും. അപ്പോൾ 7.3 സെന്റിമീറ്റർ. ഇവിടെ അതിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 10 കൊണ്ട് ഹരിക്കുന്നതായിട്ടാണ് കൊടുത്തു. ഇവിടെ എല്ലാം കിലോഗ്രാം ഗ്രാം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും ഇവിടെ സെന്റിമീറ്റർ ഉള്ളത് അവർ 73 ആയിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. 73 മില്ലിമീറ്റർ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അവനാണ് ചാൻസ്. അത് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. കൺവേർഷൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. ഇവിടെ ഏതെങ്കിലും അളവ് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായേനെ. അതെങ്ങനെയാണോ പരീക്ഷയ്ക്ക് വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇവിടെ 4.3 സോറി 5.43 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന് മിക്കവാറും അതിൻ്റെ കൺവേർഷൻ വരിക. ഇവിടെ 2 ഡെസിമൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. 2 ഡെസിമൽ ആഡ് ചെയ്യണമെങ്കിൽ എത്ര കൊണ്ട് ഹരിക്കണം? 100 കൊണ്ട്. അപ്പോൾ 543/100 ആയിരിക്കും വരിക. അത്രയും മീറ്റർ വരുന്നുണ്ടാവും. ഇനി അതിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര വരിക? 543 സെന്റിമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ കിലോഗ്രാമിൻ്റെയും മാറ്റി എഴുതിക്കൊള്ളുക. അപ്പോൾ ഇവിടെ ഗ്രാം ആയിരിക്കും അതിൻ്റെ ആൻസർ വരും. ഇവിടെ യൂണിറ്റ്, ഈ ഭാഗത്ത് യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, കൺവേർട്ട് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ആ ടേബിൾസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ മില്ലിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്, അതിനെ പക്ഷേ എങ്ങോട്ടേക്ക് മാറ്റേണ്ടതെന്നൊന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ല. ഇവിടെ മിക്കവാറും ലിറ്റർ ആവാനാണ് ചാൻസ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി. മില്ലി ലിറ്ററിനെ എങ്ങനെ ലിറ്ററിലോട്ടേക്ക് മാറ്റുക? 1000 കൊണ്ട് ഹരിക്കുക. ഇത് തൽക്കാലം പുറത്ത് ചെയ്യുന്നുണ്ടേ. 5672 ഡിവൈഡഡ് ബൈ 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 3 ഡെസിമൽ ആഡ് ചെയ്യണം. 1 2 3. അപ്പോൾ ഇവിടെ വരും. ആൻസർ എത്ര വരിക? 5.672. ഓ സോറി, ഇവിടെ ഫ്രാക്ഷണൽ ഫോം അല്ലേ, അപ്പോൾ ഇവിടെ പോയിന്റ് ഇടണ്ട, ഡിവൈഡ് ബൈ 1000 ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെയാണ് എന്ത് എഴുതേണ്ടത്? 5.672 എന്ന് എഴുതേണ്ടത്. അതേപോലെ തന്നെ ഇതും കൂടി കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ 10 കിലോഗ്രാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനെ ഗ്രാമിലോട്ടേക്ക് മാറ്റിയാൽ എത്ര കിട്ടും? 10നെ ഗ്രാമിലോട്ടേക്ക് മാറ്റാൻ എന്ത് ചെയ്യേണ്ടത്? 10 ഗുണിക്കണം 1000 ഗ്രാമിലോട്ടേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ എത്ര കിട്ടും? 10000 കിട്ടും. സോറി, ഓക്കെ, അതന്നെ കറക്റ്റാണ്. 1000 പിന്നെ ഒരു 0 പ്ലസ് പിന്നെ 125 കൂടി ഉണ്ട്. 125 10,125 ഗ്രാം കിട്ടും. ഗ്രാം. ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം ഇവിടെ ഒന്നും യൂണിറ്റ് തന്നിട്ടില്ല. ഇവിടെയൊക്കെ യൂണിറ്റ് തന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. ഇതേപോലത്തെ ടേബിൾ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. TB എന്ന് എഴുതുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. കാരണം ഈ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത്ര
പെർഫെക്റ്റ് അല്ല ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ ചെറിയൊരു പ്രശ്നം. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതി. കൺവേർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ എന്താവും, എളുപ്പമായിട്ട് വന്നോളും. ഓക്കെ, ആക്ടിവിറ്റി 7 നോക്കാം മക്കളെ. ആക്ടിവിറ്റി 7 എന്താണ് പറയുന്നത് നോക്കാം. ഇഫ് എ ട്രെയിൻ സ്കെഡ്യൂൾഡ് ഡിപ്പാർട്ട് മംഗളൂർ അറ്റ് 18:50, 18:50 ട്രെയിന് പോകാൻ തീരുമാനിച്ചത്. 18:50 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്തായാലും PM ടൈം ആയിരിക്കും. ഓൺ December 4th ലെഫ്റ്റ് 20 മിനിറ്റ് ലേറ്റ്, 20 മിനിറ്റ് ലേറ്റ് ആയി. അപ്പോൾ 18:50 പോകേണ്ട ട്രെയിന് എത്ര മിനിറ്റ് ലേറ്റ് ആയി? 20 മിനിറ്റ് ലേറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ എപ്പോൾ ആയിരിക്കും പുറപ്പെട്ടിട്ടുണ്ടാവുക? വാട്ട് ഈസ് ദ ടൈം ഡിഡ് ദ ട്രെയിൻ ലീവ്? അപ്പോൾ 18:50 കൂടെ എത്ര മിനിറ്റ് കൂട്ടണം? 20 മിനിറ്റ് കൂട്ടണം. എത്ര കിട്ടുക? 18:50 കൂടെ 10 മിനിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 19 ആവും അല്ലേ? 19:00 ആവും. പിന്നെ ഒരു 10 കൂടി കൂട്ടണം അല്ലേ? അപ്പം 19:10 പുറപ്പെടും. 19:10 പുറപ്പെടും. റൈറ്റ് ദ ടൈം ദ ട്രെയിൻ ലെഫ്റ്റ് യൂസിങ് AM ഓർ PM. AM ഉം PM ഉം ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കരമായിട്ട് തൊണ്ടവേദന വരുന്നല്ലോ. AM ഉം PM ഉം ഉപയോഗിച്ചാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 19:10 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 18 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് 6 ആണ്. അപ്പോൾ 19 എന്ന് പറയുമ്പോഴോ 7 ആണ്. 7:10 PM. റെയിൽവേ ടൈം അല്ലേ? 19 എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് വരിക? PM ആണ് വരിക. 7:10 PM. സി ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ ട്രെയിൻ റീച്ച്ഡ് ട്രിവാൻഡ്രം അറ്റ് 11:30, 11:30 പിറ്റേ ദിവസം, നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം 11:30 വാട്ട് വാസ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ട്രെയിൻ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര സമയം എടുത്തു? അപ്പോൾ എപ്പോഴാണ് പുറപ്പെട്ടെ? എവിടുന്നാണ് പുറപ്പെട്ടെ? മംഗലാപുരം. MG എഴുതണ്ടേ. നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അനൗൺസ്മെന്റ് കേൾക്കാറില്ലേ? മംഗലാപുരം സെൻട്രൽ. അതേപോലെ ഇതാണ് MG. ഇവിടെയാണ് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്തിന്റെ കോഡ് എന്താണ്? TVC. ട്രിവാൻഡ്രം സെൻട്രൽ എന്ന് പറയും. TVC. ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. TVC. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെട്ട സമയം നമുക്കറിയാം 7:10 ആണ്. December 4 7:10 PM പുറപ്പെട്ടത്. രാത്രി 7:10. December 5 രാവിലെ 11:30 ട്രെയിൻ എത്തുന്നത്. ട്രെയിൻ ഉണ്ട് കേട്ടോ. ട്രെയിൻ കൊടുത്തൊന്നും ചോദിക്കരുതേ. അങ്ങനെ പുകയെല്ലാം വിടുന്ന ട്രെയിനാണെന്ന് വിചാരിക്കാം. പുഴുവായിപ്പോയല്ലോ ട്രെയിനെ വരച്ചിട്ട്. അങ്ങോട്ട് ക്ഷമിക്കുക. 11:30 നമുക്ക് പുഴുവായാലും ട്രെയിനായി ഉത്തരം കിട്ടിയാൽ മതിയേ. എന്താപ്പത്? ഓക്കെ, അപ്പോൾ 7:10 തുടങ്ങിയത്. 7:10 പുറപ്പെട്ട ട്രെയിൻ, രാത്രി 7:10 പുറപ്പെട്ട ട്രെയിന് പിറ്റേ ദിവസം രാവിലെ 11:30 അങ്ങനെയാണെങ്കിൽ എത്ര സമയം യാത്ര ചെയ്തു? എത്ര മണിക്കൂർ എടുത്തു? നിങ്ങൾ ആലോചിക്കുക. രാത്രി 7:10 മുതൽ രാവിലെ 7:10 വരെ, രാവിലെ 7:10 AM വരെ എത്ര മണിക്കൂറായി? 12 മണിക്കൂറായി. 7:10 മുതൽ 7:10 വരെ, രാത്രി 7:10 മുതൽ രാവിലെ 7:10 വരെ 12 മണിക്കൂറായി. ഇനി 7:10 മുതൽ നിങ്ങൾ നോക്കിക്കോളെ. 7:10 മുതൽ 8:10 1 മണിക്കൂർ, 9:10 2 മണിക്കൂർ, 10:10 3 മണിക്കൂർ, 11:10 4 മണിക്കൂർ, വീണ്ടും 4 മണിക്കൂർ. അപ്പോൾ 12 + 4 എത്രയായി? 16 മണിക്കൂറായി. കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ 11:10 അല്ലേ ആയിട്ടുള്ളൂ. 11:30 അല്ലേ? അപ്പൊ 10ന്റെ ഒപ്പം 20 വീണ്ടും കൂട്ടണ്ടേ? 20 മിനിറ്റ് വീണ്ടും കൂട്ടണ്ടേ? അപ്പൊ 16 മണിക്കൂറും 20 മിനിറ്റും എടുത്ത് ടോട്ടൽ ടൈം, അല്ലെങ്കിൽ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ 16:20 മണിക്കൂർ. ക്ലിയർ ആണല്ലോ? ഇതേപോലെ ഫിഗറൊക്കെ വരച്ച് വളരെ ഭംഗിയായിട്ട്, അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ഫിഗറൊക്കെ വരച്ച് വളരെ ഭംഗിയായിട്ട് വേണം നിങ്ങളതിന് ആൻസർ ചെയ്യാൻ. ഇവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ ട്രെയിൻ ഓൺലി റൺ വൺസ് എ വീക്ക്, വാട്ട് ഈസ് ദ ഡിപ്പാർച്ചർ ഡേറ്റ് ഓഫ് ദ ട്രെയിൻ ഇൻ ദ നെക്സ്റ്റ് ഇയർ? അതിനിവിടെ ഒരു ഡേറ്റ് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ അല്ല എങ്കിൽ, ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ January 1 ആയിരിക്കും. അടുത്ത പുതിയ വർഷമല്ലേ,
ജാനുവരി 1-ാം തീയതി ആയിരിക്കും വീക്കിലി റൺ ചെയ്യുന്നുണ്ടാവുമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന് ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വിട്ടേക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ആക്ടിവിറ്റി 7ൻ്റെ അകത്ത് നമ്മുടെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൺവേർഷൻസ് AM, PM, റെയിൽവേ ടൈം, നോർമൽ ടൈം എല്ലാം പഠിക്കണം. ഈ ചോദ്യം ചോദിച്ച പോലെ അതിൻ്റെ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ആക്ടിവിറ്റി 6ൽ പറയുന്ന പോലെ മെഷർമെൻറ്റ്, ഫ്രാക്ഷണൽ ഫോം, ഡെസിമൽ ഫോം ടെക്സ്റ്റ് ബുക്കിൽ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ടേബിളും പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഫ്രാക്ഷണൽ ഫോം, ലീസ്റ്റ് ഫോം, ഫ്രാക്ഷൻ, ലീസ്റ്റ് ഫോം, ഫ്രാക്ഷൻ, ലീസ്റ്റ് ഫോം. ഈക്വൽ ഫ്രാക്ഷൻ ചോദിച്ചാലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈക്വൽ ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. 2/3 ഒരു ഈക്വൽ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2/3 മുകളിലും താഴെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കുക. പക്ഷെ ഒരേ സംഖ്യ ആയിരിക്കണം. ഞാനിപ്പോൾ 2 കൊണ്ടാണ് ഗുണിച്ചത്. 2ന് 2 കൊണ്ട് ഗുണിച്ചാൽ 4, 3ന് 2 കൊണ്ട് ഗുണിച്ചാൽ 6. അപ്പോൾ 4/6 ഒരു ഈക്വൽ ഫ്രാക്ഷൻ ആണ്. അത് ചിലപ്പം ചോദിക്കും. ഈക്വൽ ഫ്രാക്ഷൻ പൊതുവേ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യനെ പിക്ചർ ഓഫ് എ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ക്ലോക്കിന്റെ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആക്ടിവിറ്റി 4 ആണത്. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലോക്കിൻ്റെ ഇത് പഠിക്കണേ മക്കളെ. ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ടെക്സ്റ്റ് ബുക്കിലെ സാധനം ടൈം ആസ് 8:30. അതേപോലത്തെ കുറേ സാധനം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ആക്ടിവിറ്റി 3 എന്താണ്? ഒരു ടൈം തരിക, അതിൻ്റെ ഭാഗങ്ങൾ എഴുതുക. ടൈം തരിക, ഭാഗങ്ങൾ എഴുതുക. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ ഭാഗങ്ങളാക്കുമ്പോൾ 1/8 പറഞ്ഞെങ്കിൽ 8 ഈക്വൽ പാർട്സ് തന്നെ ആയിരിക്കണം. അല്ലാണ്ട് തോന്നിയ പോലെ ഒന്ന് ചെറുതും ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മാർക്ക് തരൂലേ. ഇപ്പം 3 ഭാഗം ആക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നിങ്ങനെയാക്കി, ഒന്നിങ്ങനെയാക്കി, ഇതൊന്നും മാർക്കില്ല. 3 ഭാഗം ആക്കാൻ പറഞ്ഞാൽ തുല്യമായിട്ട് 3 ഭാഗം ആക്കിയിരിക്കണം. അതിന് അതേ അളവെടുത്ത് കൃത്യമായിട്ട് വരച്ചോളുക. ഓക്കെ, പിന്നെ എന്താണ് ആക്ടിവിറ്റി 1ൽ പറയുന്നത്? ഈ പറഞ്ഞ ഈക്വൽ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതും കൺവേർഷൻ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കൺവേർഷൻസ് സെൻറ്റിമീറ്റർ ടു മീറ്റർ, ലിറ്റർ ടു മില്ലി ലിറ്റർ എല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചോളൂ. അപ്പോൾ നമ്മൾ ടാർഗറ്റ് 25-ൽ 25 അത് കൃത്യമായിട്ട് എല്ലാവരും വാങ്ങിച്ചോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ല മക്കളായിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ.